Good afternoon. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫ്രണ്ട് ഓഫീസ് അല്ലെ, അതിന്റെ നമ്മള് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെ, അവരുടെ മെയിൻ ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവിടെ അതിനകത്ത് ആ പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. മെയിൻ ജോബ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. 13 പോയിന്റ്സ് നമ്മൾ പറഞ്ഞല്ലേ. 13 വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാട്ടോ. പെട്ടെന്ന് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ? പേഷ്യൻസിനെ, വിസിറ്റേഴ്സിനെ ഒക്കെ വെൽക്കം ചെയ്യുക അല്ലെ, അവരെ ഗ്രീറ്റ് ചെയ്യുക, വെൽക്കം ചെയ്യുക, സ്വാഗതം ചെയ്യുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്തത് സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പേഷ്യൻസിനോട് അല്ലെ, ഫ്രണ്ട് ഓഫീസിൽ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവരോട് എങ്ങനെയാ നമുക്ക് നമ്മളെ തിരക്ക് മൂലമോ ഒക്കെ വെർബലി അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ഐ കോണ്ടാക്ട് വേണം. അടുത്തത് നിങ്ങളെ ഞങ്ങള് അവരെ കണ്ടു എന്നും ഉടനടി തന്നെ നെക്സ്റ്റ് നിങ്ങൾ വിളിക്കുമെന്നുമുള്ള ഒരു ഇത് നമ്മള് എന്താ പറയുന്നത്, ആ ഒരു കണ്ണിലൂടെ തന്നെ അവരെ അറിയിക്കണം. അതായത് അവരുടെ വരവ് നമ്മൾ കണ്ടു എന്നുള്ളത് അല്ലെ. ഡയറക്റ്റ് വെർബലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഐ കോണ്ടാക്ട് വേണം. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ എന്താണ്? റെസ്പോണ്ട് ചെയ്യുക, എൻക്വയറീസ്, പേഷ്യൻസ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ്, വിസിറ്റേഴ്സ് അല്ലെ, ഇതിനോടൊക്കെ മര്യാദപൂർവ്വം അവരുടെ അന്വേഷണങ്ങളോട് പ്രതികരിക്കുക. പിന്നെ പുതിയ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക. പിന്നെ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് അല്ലെ, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, എക്സിസ്റ്റിംഗ് അവിടെ നിലവിലുള്ള പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, ഫോംസുകള്, ഡോക്യുമെന്റേഷൻ, ഇതൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഫോംസുകളും ഡോക്യുമെന്റേഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുക. അടുത്ത ഫോംസും ഡോക്യുമെന്റേഷനും ഒക്കെ അവര് കംപ്ലീറ്റ് ചെയ്തത് ഉറപ്പാക്കുക അല്ലെ, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. അവര് ഫില്ല് ചെയ്തിട്ടുള്ള ഫോം കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ അടുത്ത പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അല്ലെ, ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഫർമേഷനും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ഇൻഫോം ചെയ്യുക പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ ആൻഡ് പോളിസി, ഹോസ്പിറ്റലിലെ പ്രൊസീജിയറുകള്, പോളിസി എന്നിവയെ കുറിച്ചൊക്കെ പേഷ്യൻസിനെ അറിയിക്കുക. ദെൻ മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കൈകാര്യം ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ അതായത് പേഷ്യൻസിനെ, അടുത്ത പോയിന്റില് പേഷ്യൻസിനെ അവരെ മൂവ് ചെയ്യിക്കുക. എങ്ങനെ? ത്രൂ ദ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾ, അവര് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ തന്നെ അവരെ മൂവ് ചെയ്യിക്കുക. Then അടുത്ത ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ അല്ലെ, പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക. എങ്ങനെയാണ്? പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ, അല്ലെങ്കിൽ ആ ക്ലിനിക്കുകളെ പ്രൊവൈഡർ ഓർ ക്ലിനിക്കുകളിലെ പേഷ്യൻസിന്റെ അറൈവല് ഒക്കെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക. പിന്നെ അടുത്തത് നെക്സ്റ്റ് പോയിന്റില് ഇൻകമിംഗ് കോൾസ് ആൻസർ ചെയ്യുക അല്ലെ, ആൻസറിങ് ഇൻകമിംഗ് കോൾസ്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ ആൻസർ ചെയ്യുക. പിന്നെ എൻക്വയറീസ്, അന്വേഷണങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഫോൺ മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ, പൊളൈറ്റ് കൺസിസ്റ്റന്റ് ഫോൺ മാനർ, യൂസ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്യൂട്ടീസ്, ടെലിഫോൺ മര്യാദകള്, ഇതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ എന്താണ് ഇൻകമിംഗ് കോൾസുകൾ ആൻസർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അന്വേഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക, ഡീൽ ചെയ്യുകയും ചെയ്യുക. ഇത്രയും പോയിന്റ്സ് അല്ലേ പറഞ്ഞത്? 13 പോയിന്റ്സ്. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു നിർത്തിയതാ കേട്ടോ. നോക്കിയേ, ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്, 13ാമത്തെ പോയിന്റ് ആട്ടോ.
ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. ഇൻകമിംഗ് കോളുകൾ അല്ലെ, നമ്മൾ പറഞ്ഞു ഇൻകമിംഗ് കോളുകൾ ആൻസർ കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഇപ്പോ ഇൻകമിംഗ് കോളുകൾ വരുന്ന കോളുകൾ ഏതൊരു സെക്ഷനിലേക്കാണ് എന്നുള്ളത് അനുസരിച്ച് എന്ത് ചെയ്യുക, ആ ആവശ്യാനുസരണം തന്നെ കോൾസ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ. കോളുകള് ആവശ്യാനുസരണം തന്നെ അത് ഏത് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഫോൺ കോളുകളാണ് അത് എന്ത് ചെയ്യുക, ആവശ്യാനുസരണം തന്നെ കൈമാറുക, ട്രാൻസ്ഫർ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, കളക്ട് കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്. കോപ്പേ എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പേസ്. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടറുടെ ഒരു വിസിറ്റിനോ അത് സന്ദർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് കുറിപ്പടിയോ പോലുള്ള ഒരു ആരോഗ്യ സേവനത്തിന് വേണ്ടിയിട്ട് പേഷ്യൻസ് അടയ്ക്കുന്ന അതെങ്ങനെയാ, മുൻകൂട്ടി നിശ്ചയിച്ച ഫീസാണ്. മുൻകൂട്ടി ഇത്ര രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ അടയ്ക്കൂലേ, അതാണ് കോപ്പി എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഫീസ്, അത് മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസാണ് കോപ്പേസ്. അത് കളക്ട് ചെയ്യുക അല്ലെ. പേയ്മെന്റ്സുകള് അവരടയ്ക്കുന്ന പേയ്മെന്റ്സുകള് ഇതൊക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, കോപ്പേസും പേയ്മെന്റ്സും കളക്ട് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, 16ാമത്തെ പോയിന്റ്, റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിതി വിവര കണക്കുകള് ആവശ്യാനുസരണം അതായത് ഇപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും എത്ര പേഷ്യൻസ് ഉണ്ട്, അവർക്കുടെ കണക്കുകളൊക്കെ ഇല്ലേ, എത്ര പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ടുണ്ട്, എത്ര പേഷ്യൻസ് കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസുകൾ, അത് ആ പേഷ്യൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്കുകൾ ആവശ്യാനുസരണം തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? 3 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞേ. കോഴ്സുകള് ആവശ്യാനുസരണം തന്നെ അത് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാക്കാണോ അങ്ങോട്ടേക്ക് കൈമാറുക. പിന്നെ കോപ്പേസ് പേയ്മെന്റ്സ് കളക്ട് ചെയ്യുക. കോപ്പേ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസാണ് കേട്ടോ. പേയ്മെന്റ്സുകൾ ഇത് കളക്ട് ചെയ്യുക. പിന്നെ പേഷ്യൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്കുകള് അല്ലെ ആവശ്യാനുസരണം അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുക. 3 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ഇതെല്ലാം പോയിന്റ് ആണ് കേട്ടോ, പോയിന്റ്സ് ആണ്. ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യണതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഷെഡ്യൂൾ 17ാമത്തെ പോയിന്റ് കേട്ടോ. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ഹോസ്പിറ്റലിലെ അഡ്മിഷൻസ്, ടെസ്റ്റുകള്, പിന്നെ സ്കാനിങ് കാര്യങ്ങള്, പിന്നെ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ്, അതൊക്കെ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. അഡ്മിഷനോ ടെസ്റ്റുകളോ സ്കാനോ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഇതെല്ലാം എന്ത് ചെയ്യുക, പേഷ്യൻസിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, obtain external medical reports as required by medical professionals. Okay, obtain external medical report. മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. ആർക്ക്? മെഡിക്കൽ പ്രൊഫഷണൽസിന്. അവർക്ക് ട്രീറ്റ്മെന്റ്, അവർക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ അവർക്ക് കൊടുക്കണ്ടേ? മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ലഭ്യമാക്കുക. ക്ലിയർ ആയോ? മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. അടുത്ത നോക്കിയേ, റെസ്പോണ്ട് ആൻഡ് കംപ്ലൈന്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതികരിക്കുക. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അനുസരിക്കുക അല്ലെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നടത്തി കൊടുക്കുക. ഏതാ? റിക്വസ്റ്റുകള് ഫോർ ഇൻഫർമേഷൻ, എന്തെങ്കിലും വിവരങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും അഭ്യർത്ഥനകള്, റിക്വസ്റ്റുകള്, എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിട്ടുള്ള റിക്വസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കുക, അത് നടത്തി കൊടുക്കുക. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തായിരിക്കും ചില അന്വേഷണങ്ങള് എന്തെങ്കിലും റിക്വസ്റ്റുകൾ വരുന്നത് അല്ലെ. എന്തെങ്കിലും വിവരങ്ങൾക്കായിട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വന്നിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് പറയുകയാണെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക, അത് നടത്തി കൊടുക്കുകയും ചെയ്യുക.
അടുത്ത നോക്കിയാൽ ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. അതായത് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ലെറ്റേഴ്സ്, പോസ്റ്റില് ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങള് ഇതെല്ലാം ഡീൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയ കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. നിശ്ചയിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. ഇതിനകത്ത് നമ്പർ ഇട്ടിട്ടില്ല കേട്ടോ. എട്ടാമത്തെ പോയിന്റ് ആണ് ഞാൻ. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഫുൾ ഇങ്ങനെ കാണുമ്പോഴേ ഏത് പോയിന്റ് ആണെന്നുള്ളത് അതുകൊണ്ട് നമ്പർ ഇട്ട് വെച്ചതാണ്. ദെൻ 21ാമത്തെ പോയിന്റ് ആട്ടോ അത്. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആർ അസൈൻഡ്. അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. 22ാമത്തെ പോയിന്റ് നോക്കി മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipments. ഓക്കെ, എന്തൊക്കെയാണ് adequately എന്ന് വെച്ചാൽ മതിയായ. അവിടെ ഫോമുകൾ അല്ലെ, ഫോമുകളുടെ സ്റ്റോക്ക് നിലനിർത്തുക. ആണോ, മെയിൻറ്റെയിൻ ദ സ്റ്റോക്ക് ഓഫ് ഫോംസ്. അവിടെ ഒത്തിരി ഫോംസുകൾ ഉണ്ടാവുമല്ലോ, ഓരോന്നും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫോംസുകൾ അല്ലെ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ഫോംസുകൾ, അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഫോമുകളുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അങ്ങനെ and keep medical office supplies adequately stocked by expecting inventory needs. എന്താണ് പറഞ്ഞത് അവിടെ? എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞ വിവര പട്ടികകള്. ആ ഇൻവെന്ററി പരിശോധിച്ചുകൊണ്ട് ഓർഡർ കൊടുത്തുകൊണ്ട് മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സോഴ്സുകളും എല്ലാ വിഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ സപ്ലൈകളും മതിയായ രീതിയിലുള്ള സ്റ്റോക്ക് നിലനിർത്തണം. അതായത് ഇത്രയേ ഉള്ളൂ. അവിടുത്തെ വിവര പട്ടികൾ ഓരോ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇത്രത്തോളം സ്റ്റോക്ക് വേണം അല്ലെ. മെറ്റീരിയൽസ്, ഹോസ്പിറ്റലിൽ ഉള്ള മെറ്റീരിയൽസ്, അവിടെ നമ്മുടെ എത്ര ഐറ്റംസ് സ്റ്റോക്ക് വേണം, അവർ വിവര പട്ടികകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ആ എക്സ്പെക്റ്റഡ് ഇൻവെന്ററി നീഡ്സ്, അതൊക്കെ ആ ഒരു വിവര പട്ടികകൾ പരിശോധിച്ചു കൊണ്ടുള്ള ആ ആഡിക്വേറ്റ് മതിയായ സപ്ലൈകളുടെ സ്റ്റോക്ക് നിലനിർത്തണം. അപ്പൊ ഓരോ എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ സപ്ലൈകളും ഇത്രത്തോളം വേണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഇൻവെന്ററി വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ സപ്ലൈകളുടെ സ്റ്റോക്ക് നിലനിർത്തുക. ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് സപ്ലൈസ്. എന്താ ഓഫീസ് സപ്ലൈസ് മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കൈകാര്യം ചെയ്യുക. മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്, ഓഫീസ് എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, 23ാമത്തെ പോയിന്റ് കേട്ടോ. എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. എന്താ? റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻഡ്. റിസപ്ഷൻ ഏരിയ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് റിസപ്ഷനിസ്റ്റ് അല്ലെ. പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവർക്കുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണ്. എപ്പോഴും ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ നീറ്റായും ക്ലീൻ ആയും മെയിൻറ്റെയിൻ ചെയ്യുക. എന്തുകൊണ്ടാ? പേഷ്യൻസ് ആദ്യം വരുന്ന അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമല്ലേ. അപ്പൊ ആദ്യം തന്നെ ചെല്ലുമ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പൊ അവിടുത്തെ ആ ഒരു ഇത് എങ്ങനെയാണ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലേ.
നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടത്തെ ഒരു ഇത് നോക്കിയിട്ടാണ് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത്. ആ നല്ല ഒരു അടക്കം ചിട്ടിയുണ്ട്, അല്ലെങ്കിൽ നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആണ്, ഇതൊക്കെ നമുക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ അറിഞ്ഞൂടെ? കയറി ചെല്ലുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വൃത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്കൊരു നെഗറ്റീവ് ഇതായിരിക്കില്ലേ? ഇല്ലേ? നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ? നമ്മൾ കയറി ചെല്ലുന്ന ഏരിയ അല്ലേ, നമ്മളെ നല്ല നീറ്റായിട്ട് ഇട്ടാൽ എന്താ പറയാ, അത് നിങ്ങളാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ അവിടെ വൃത്തിയില്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാ സ്ഥലവും വൃത്തിയാക്കിയിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയൂലേ? അപ്പൊ ആദ്യം തന്നെ ചെല്ലുന്ന ഏരിയ, അതായത് ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ നന്നായിട്ട് ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും വെക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, 24 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നോക്കിയേ, സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. പേഷ്യൻസിന്റെ പ്രൈവസി സ്വകാര്യത, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ രഹസ്യ സ്വഭാവം. കോൺഫിഡൻഷ്യാലിറ്റി രഹസ്യ സ്വഭാവം. പേഷ്യൻസിന്റെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും സംരക്ഷിക്കുക. സേഫ് ഗാർഡ് എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക. എന്നൊക്കെ പ്രൊട്ടക്റ്റഡ് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യൻസിന്റെ രഹസ്യ സ്വഭാവം രഹസ്യാത്മകത സംരക്ഷിക്കുക. എന്താ അവിടെ പറയുന്നത്? നമ്മള് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ റിസപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയിലെ പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവിടെ ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? അതവിടെ സെക്യൂർ ആക്കി വെക്കണം അല്ലേ? ആ പ്രൊട്ടക്റ്റഡ്, ഇവിടെ നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ്. കണ്ടോ? PHI എന്ന് പറഞ്ഞ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആട്ടോ. അതൊന്ന് അവിടെ ഷോർട്ട് ഫോം ഒന്ന് നോട്ട് ചെയ്തത്. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ PHI ഷോർട്ട് ഫോം ആയിട്ട് പറയാം. അബ്രിവേറ്റഡ് ഫോം ഷോർട്ട് ഫോം ആട്ടോ. PHIയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. അതായത് പേഷ്യന്റിനെ സംരക്ഷിക്കുന്ന വിവരങ്ങൾ അല്ലെ, അത് പ്രൊട്ടക്ട് ചെയ്യണം, അതിനൊരു സെക്യൂരിറ്റി വേണം, അത് സെക്യൂർഡ് ആക്കണം. നോട്ട് ലീവിംഗ് PHI in plain sight and logging off the computer before leaving it unattended. കണ്ടോ? അതായത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഏതാണ് PHI ആണോ? PHI അവിടെ ഉണ്ട്. നോക്കി, നിങ്ങൾ ആ പോയിന്റ്സിൽ തന്നെ ഉള്ളിലുണ്ടല്ലോ, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. കണ്ടോ? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ PHI. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കുക. അത് സെക്യൂർ ആക്കി വെക്കണം. ഇപ്പൊ നമ്മൾ ആ ഒരു നിങ്ങളിവിടെ എന്താ പറയാ, നെറ്റിലൊക്കെ കയറിയിട്ട്, നിങ്ങളുടെ സൈറ്റിലൊക്കെ കയറി, വെബ്സൈറ്റിലൊക്കെ കയറി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ തന്നെ അതിൽ നിന്ന് ഇറങ്ങി പോവാണോ? ലോഗ് ഓഫ് ചെയ്ത് പോവാണോ? എന്താ പറയാ, നമ്മളത് നമ്മൾ നേരെ ഷട്ട് ഡൗൺ ചെയ്യല്ല, അത് ലോഗ് ഓഫ് ചെയ്യും. പ്രോപ്പർ ആയിട്ട് ലോഗ് ഓഫ് ചെയ്തിട്ടല്ലേ ഇറങ്ങണേ. അല്ലെങ്കിൽ ചിലപ്പോ ആർക്കെങ്കിലും കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സൈറ്റിൽ കയറി എടുക്കാൻ പറ്റൂലേ? നിങ്ങൾ അങ്ങനെയല്ലേ, നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മൾ വെറുതെ ഇറങ്ങി പോരുകയല്ല, പ്രോപ്പർ ആയിട്ട് ലോഗ് ഓഫ് ചെയ്യണം. ഇതുപോലെ ആ എന്താ പറയാ, നമ്മുടെ പേഷ്യൻസിന്റെ ഈ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കണം. അവരുടെ ആ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സെക്യൂർ ആയിട്ട് വെക്കണം. ഒരിക്കലും അതൊരു പ്ലെയിൻ സൈറ്റിൽ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ലോഗ് ഓഫ് ചെയ്യണം. കണ്ടോ? ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. കണ്ടോ? അറ്റൻഡ് ചെയ്യാത്തപ്പോ അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളത് എന്ത് ചെയ്യണം? അതൊരു ലീവിംഗ് ഒരു തുറന്ന അല്ലെങ്കിൽ ഓപ്പൺ ആക്കി വെച്ച് ഇറങ്ങാൻ പാടില്ല. എന്താണ്? അത് പ്രോപ്പർ ആയിട്ട് ലോഗ് ഓഫ് ചെയ്യണം. അപ്പൊ അങ്ങനെ 24 പോയിന്റ്സ് ഉണ്ട്. ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളത് 1ഓ 2ഓ പ്രാവശ്യം വായിച്ചു വെക്കുക കേട്ടോ. ഏകദേശം നമുക്ക് വായിച്ചറിയാൻ പറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആണ് സ്കിൽസ്. ഇനി അവർക്ക് വേണ്ട സ്കിൽസ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തു എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാ? സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവുകൾ അല്ലെ? എന്തൊക്കെ കഴിവുകളാണ് അവർക്ക് വേണ്ടത്? ടെലിഫോൺ എറ്റിക്വിറ്റി. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദ. ടെലിഫോൺ മര്യാദ വേണ്ടേ? പഠിക്കണ്ടേ? അതിനൊരു കഴിവ് വേണം. ടെലിഫോൺ എറ്റിക്വിറ്റി, ടെലിഫോൺ മര്യാദകള്. അടുത്ത നോക്കിയേ, കസ്റ്റമർ സർവീസ്. അടുത്ത എന്താ?
കസ്റ്റമർ സർവീസ്, നല്ല ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കണം. അല്ലേ? കസ്റ്റമർ സർവീസ്. നെക്സ്റ്റ് നോക്കിയേ, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാം. ബേസിക് ആയിട്ട് വേർഡ് എക്സൽ പ്രോഗ്രാംസുകൾ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. നമുക്ക് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ, നിങ്ങൾ വേർഡ് എക്സൽ ഒക്കെ പഠിച്ചവരുണ്ടാവോ? കമ്പ്യൂട്ടർ, മൈക്രോസോഫ്റ്റ് എക്സൽ, മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. 4th മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അതിനകത്ത് കുറച്ച് വേർഡ് ഷീറ്റും എക്സലിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഇപ്പൊ എവിടെയാണെങ്കിലും അല്ലെ, ഒരു ചെറിയൊരു കടയിൽ പോയാലും നമുക്കറിയാം കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും ഒക്കെ ഇതിനകത്തൊക്കെയാണ്. സിസ്റ്റം ഇപ്പൊ പണ്ടത്തെ പോലെ എഴുതിയിരിക്കൊന്നുമല്ലല്ലോ, എല്ലാം സിസ്റ്റത്തിലാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് 4th മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ വേർഡ് എക്സല് പ്രോഗ്രാംസുകള് അതിനെ കുറിച്ചുള്ള ഒരു ബേസ് വേണം, അതിനുള്ള കഴിവ് വേണം. ദ മാനേജ്മെന്റ്, പിന്നെ അടുത്ത എന്താ? മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്. എന്താണ് മൾട്ടി ടാസ്കിംഗ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്? ഒന്നിലധികം കഴിവുകള്. പിന്നെ ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്, പ്രോപ്പറായിട്ട് എന്താണ് ഷെഡ്യൂൾ ചെയ്യാന് ഇതിനുള്ള കഴിവുകൾ വേണം. എന്നീ കഴിവുകൾ വേണം ഈ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്. അത്രയൊന്ന് നോക്കി വെക്കാം കേട്ടോ. അതിനകത്ത് താഴെയുള്ളതും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തേക്കണയാണ്. ഇത് ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ടെലിഫോൺ എറ്റിക്യൂട്ടീവ്സ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, ദ മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ്, ഒന്നിലധികം പ്രവർത്തനങ്ങൾ, ഓർഗനൈസേഷൻ സംഘടിപ്പിക്കാനുള്ളത്, ഷെഡ്യൂളിംഗ്, ഇതിനുള്ള കഴിവുകൾ വേണം. ഓർഗനൈസ് ചെയ്യാനുള്ള എന്നുള്ള കഴിവുകൾ വേണം. ഇനി നെക്സ്റ്റ് നോക്കി അവിടെ കണ്ടോ ആ സ്കിൽസ്, അത് ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ നിന്നാണ് കൂടുതൽ ചോദിക്കാറ്. കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ സ്കിൽസ് കണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് വേണ്ട കഴിവുകള് നോക്കിയേ. ഫസ്റ്റ് എന്താ അവിടെ പോയിന്റിൽ കൊടുത്തേക്കണേ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നമ്മൾ ആദ്യം പഠിച്ചതല്ലേ അല്ലെ? നമുക്ക് അവർക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. വരുന്ന പേഷ്യൻസിനെയൊക്കെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ബേസിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. എന്തിനുള്ള സ്കില്ലാന്നൊക്കെ? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി. എന്താ എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ട് അല്ലെ? ഫലപ്രദമായിട്ട് കേൾക്കാൻ. നമ്മള് ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അവര് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് വരുന്ന അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യം കൂടി കേൾക്കണ്ടേ? ലിസൺ ചെയ്യണം അല്ലെ? ഫലപ്രദമായ രീതിയിൽ കേൾക്കാനും എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. ഇനി അവരെന്തെങ്കിലും നമ്മളോട് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുമുള്ള കഴിവ് വേണം. ആർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ എന്നുള്ള കേട്ടോ. അങ്ങനെ അത് ക്ലിയർ ആക്കി കൊടുക്കാനുമുള്ള ഒരു കഴിവ് വേണം. അതൊരു എബിലിറ്റി തന്നെയല്ലേ? പിന്നെ ചിലരാണെങ്കിലും നമ്മൾ പറയും, സംസാരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, ഭയങ്കര സ്പീഡായിരിക്കും. അതായത് നമ്മൾ അവര് പറയുന്ന കാര്യങ്ങള് നമുക്ക് എന്താ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം അല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. ഒരാളിപ്പോ റിസപ്ഷനിസ്റ്റിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അവര് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അത് ശ്രദ്ധിച്ച് കേൾക്കാനും അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് അത് എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ അത് എന്താണ് ഒരു വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാനുമുള്ള കഴിവ് വേണം രണ്ടുപേരും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്താ? ഇൻഫർമേഷൻസ് പേഷ്യൻസ് തരുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. ഏബിൾ ടു കളക്ട് ചെയ്യാൻ, ഓർഗനൈസ് സംഘടിപ്പിക്കാൻ, ആൻഡ് മോണിറ്റർ നിരീക്ഷിക്കാൻ, ഡേറ്റ എഫിഷ്യന്റ്ലി എഫിഷ്യന്റ് ആയിട്ട് അല്ലെ ഒരു ഫലപ്രദമായ രീതിയിൽ കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും എന്തെന്ന്? പേഷ്യൻസിന്റെ ഡേറ്റാസ്
അല്ലെ? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഡേറ്റാസ് എങ്ങനെയാ ഒരു ഫലപ്രദമായ രീതിയിൽ കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. കണ്ടോ? ഇൻഫർമേഷൻ ടു കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, ആ പോയിന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, രണ്ടാമത്തെ ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയേ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, പ്ലാൻ ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് അല്ലെ, ആസൂത്രണം ചെയ്യാനും ഓർഗനൈസ് സംഘടിപ്പിക്കാനുമുള്ള ഒരു കഴിവ് വേണം. ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ദ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റി. അടുത്ത് നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നേ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. പ്ലാൻ ചെയ്യാൻ, ഹോസ്പിറ്റലിലുള്ള പല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, അതിനെ ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാൻ. ഏബിൾ ടു മൾട്ടി ടാസ്ക്, ഒന്നിലധികം ടാസ്കുകള് അതങ്ങനെ വരികയാണെങ്കിൽ അതിനെ എന്തിനു കൊടുക്കണം? പ്രിയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ മുൻഗണനാ ക്രമത്തില് കൊടുക്കണം. ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ഫസ്റ്റ് വന്ന ആളുകൾക്ക് വേണം മുൻഗണന കൊടുക്കാൻ അല്ലേ? അപ്പൊ അതേ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യണം. അവിടുത്തെ പ്രവർത്തനങ്ങള് അതേ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു അത് ഓർഗനൈസ് ചെയ്യണം കറക്റ്റ് ആയിട്ടല്ലേ, ഈ ആസൂത്രണം ചെയ്യണം. അപ്പൊ മുൻഗണനാ ക്രമത്തിൽ തന്നെ കണ്ടോ ആ ടാസ്കുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ ഇത് പറഞ്ഞത്, പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. ഓർഗനൈസിങ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാൻ സംഘടിപ്പിക്കുക. അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തിനു മുൻഗണന, നമ്മൾ ആ മുൻഗണനാ ക്രമത്തിൽ തന്നെ അത് ഷെഡ്യൂൾ ചെയ്യണം. ക്ലിയർ ആയ പോയിന്റ്? മുൻഗണനാ ക്രമത്തിൽ തന്നെ അവിടെ ആ പ്രവർത്തനങ്ങളെ ഷെഡ്യൂൾ ചെയ്യണം. അടുത്ത നോക്കിയേ, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. എന്താ? ഡീറ്റെയിൽസിലേക്കുള്ള ഒരു ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താ പറയുന്നത് നോക്കിയേ, ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്. ഓൾ ഏരിയാസ്, എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയുമായി ബന്ധപ്പെടുന്നതിന് അല്ലെ, ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയുമായി ശ്രദ്ധ പുലർത്തുന്നതിലൂടെ, എല്ലായിടത്തും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ, എല്ലാ മേഖലയിലെയും ശ്രദ്ധിക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള, ആക്യുറേറ്റ് എന്ന് വെച്ചാൽ കൃത്യമായ, ഹൈ ക്വാളിറ്റി അല്ലെ, നല്ല ഉയർന്ന നിലവാരമുള്ള വർക്ക് നിയമിക്കാൻ കഴിയും കേട്ടോ. Able to produce accurate and high quality work. ഏതിലൂടെ? Through concern of all areas involved. അതായത് എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റിയിലുള്ളത് പിന്നെ ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ സെക്ഷനുകളെയും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് അതാണ് കണ്ട, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് എല്ലാ ഇതിലേക്കുമുള്ള ശ്രദ്ധ കൊടുക്കണം. നെക്സ്റ്റ് ആണ് കസ്റ്റമർ സർവീസ് സ്കില്ല്. അതാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അല്ലെ, ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല്, കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. ഏബിൾ ടു ഡെവലപ്പ് എ ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. കണ്ടോ, നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. എന്താണ്? നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് വേണം. എങ്ങനെ? ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്തിനെ ശ്രദ്ധിക്കണം? നമ്മള് കസ്റ്റമറിന് സംതൃപ്തിയാണ് അല്ലെ, അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് പ്രധാനം എന്ന് പറയുന്നത്. നമ്മള് റിസപ്ഷനിസ്റ്റിന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന്, നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഫോക്കസ് ചെയ്യുക. കണ്ടോ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ക്ലിയർ ആണോ എന്ന് നോക്കിയാ പോയിന്റ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം നോക്കുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതിനാണ് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തപ്പെടുക.
പൊരുത്തപ്പെടുക, അഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെടുക. ഏബിൾ ടു അഡ്ജസ്റ്റ്, അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. ഉണ്ടോ? എന്തിനുള്ള കഴിവ് വേണം? ഏബിൾ ടു അഡ്ജസ്റ്റ്, അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ that includes ഏതുൾപ്പെടെ in dealing with diverse people. ഇപ്പൊ നമ്മള് വരുന്ന എല്ലാ പേഷ്യൻസും ഒരുപോലെ ആവണമെന്നുണ്ടോ? വരുന്ന എല്ലാ പേഷ്യൻസും ഒരുപോലെ ആവണോ? ഫ്രണ്ട് ഓഫീസിൽ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് എല്ലാവരും ഒരുപോലെ ആവണമെന്നുണ്ടോ? ഇല്ല, അല്ലെ? എന്താ, പലതരത്തിലുള്ള ആളുകളാണ് അവിടെ വരുന്നത്, അല്ലെ? വൈവിധ്യമാർന്ന പലതരത്തിലുള്ള ആളുകളുമായി ഇടപെടുന്നതിന് ഉൾപ്പെടുന്ന മറ്റാവശ്യങ്ങളും സാഹചര്യങ്ങളും അത് നിറവേറ്റുന്നതിനുള്ള, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. ഉണ്ടോ? അവര് എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് കാണിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് വേണം. ഉണ്ടോ? ഏബിൾ ടു അഡ്ജസ്റ്റ്, അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ. ഏതുൾപ്പെടെ? ഡൈവേഴ്സ് പീപ്പിൾ, അതായത് പല ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ആവശ്യങ്ങള് വ്യത്യാസമായിരിക്കും, അല്ലെ? ആ സിറ്റുവേഷൻ വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച്, അങ്ങനെയുള്ള ഒരു അപ്രോച്ച് അങ്ങനെയുള്ള ഒരു മൈൻഡ് വേണം, അതിനുള്ള ഒരു കഴിവ് വേണം. ലാസ്റ്റ് പോയിന്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത വേണം. ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ടു അഡ്ഹിയർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. കണ്ടോ? അഡ്ഹിയർ എന്ന് വെച്ചാൽ പാലിക്കുക, കോൺഫിഡൻഷ്യാലിറ്റി പാലിക്കുക, രഹസ്യ സ്വഭാവം പാലിക്കുക. എന്താണ്? അതായത് നമ്മൾ ഒരു എത്തിക്കൽ, ആ ഹോസ്പിറ്റലിലെ എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് പേഷ്യൻസ് നമ്മളെ വിശ്വസിച്ച് പറയുന്ന ആ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് അതെപ്പോഴും ഒരു സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. ആ ഓരോ പോയിന്റ്സുകളും എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് വേണ്ട സ്കിൽസുകള്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, അതിനുള്ള കഴിവ് വേണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, ഡീറ്റെയിൽസിലേക്കുള്ള ശ്രദ്ധ, കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം. ദെൻ അഡാപ്റ്റബിലിറ്റി വേണം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി വേണം. ആ പോയിന്റ്സുകൾ അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി താഴെ നോക്കിയ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കഴിവുകൾ അതൊക്കെ ടെലിഫോൺ എറ്റിക്വറ്റ്, അല്ലേ? അതൊരു വലിയൊരു കാര്യമല്ലേ? ടെലിഫോൺ മര്യാദകൾ പാലിക്കുക, അതായത് ആ ഫ്രണ്ട് ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യൻസ് ആണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ എന്താണ്, ആ ഒരു നല്ലൊരു ടെലിഫോൺ മര്യാദകളും പാലിക്കണം. When a patient calling, the way in which the front desk personnel handle the telephone call determine how the facility is pursued, അല്ലെ? അതായത് ഇപ്പൊ ഞാൻ റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷനിൽ ഇരിക്കുകയാണ്, അല്ലെ? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷനിൽ ഇരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെ? അതിനെ അടിസ്ഥാനമാക്കിയാണ് ഏതാണ് ആ ഹോസ്പിറ്റലില് എങ്ങനെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയുക, അല്ലെ? ഞാൻ പറയുന്നതിനെ ബേസ് ചെയ്തിട്ടല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. ടെലിഫോൺ ഹാൻഡിൽ ചെയ്യുന്ന ആ പേഴ്സണൽ എങ്ങനെയാണ്, ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന ആ പേഴ്സൺ, ആ വ്യക്തി എങ്ങനെയാണോ അല്ലെങ്കിൽ ആ സ്റ്റാഫ് എങ്ങനെയാണോ ടെലിഫോൺ കോള് ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അവിടുത്തെ ഫെസിലിറ്റി, അല്ലെ? അവിടുത്തെ സൗകര്യം എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നത്. How the facility is perceived, മനസ്സിലാക്കുക, അറിയുക എന്നുള്ള മീനിങ് ആട്ടോ പെർസീവ്ഡ്. PRCEIVED. The medical office receptionist must be a good listener. Underline ചെയ്തോ സെന്റൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് എങ്ങനെയായിരിക്കണം? ഗുഡ് ലിസണർ, നല്ല ലിസണർ ആയിരിക്കണം, അല്ലെ? നല്ല ശ്രോതാവായിരിക്കണം. എന്താ വെച്ചാൽ അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള നല്ലൊരു ലിസണർ ആയിരിക്കണം. ആൻഡ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യണം. ബിസൈഡ് ഹാവിംഗ് എ ഗുഡ് ഫോൺ മാനേഴ്സ്, ഈ നല്ല ഫോൺ മാനേഴ്സ് പിന്തുടരുന്നതാണ്. ഈ ഫോൺ
മാനേഴ്സ് കൂടാതെ നല്ല ലിസണർ ആയിരിക്കണം. അതുപോലെ ആ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. മെഡിക്കൽ ലാസ്റ്റ് സെന്റൻസ്, നല്ലൊരു ലിസണർ ആയിരിക്കണം, കോൺഫിഡൻഷ്യാലിറ്റി രഹസ്യാത്മകത അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യണം. ഏത് കൂടാതെയാണ്? നല്ല ഫോൺ മാനേഴ്സ് കൂടാതെ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ 2 പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ട്, ഗുഡ് ലിസണർ ആൻഡ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇനി 2 ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൂസ് ഡോൺസ്. കണ്ടോ? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും. ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്, അതാണ് ഡസ്ക് എന്ന് പറയുന്നേക്കണേ. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്, ഡൂ എന്ന് വെച്ചാൽ ചെയ്യുക അല്ലെ, ചെയ്യാൻ പറ്റുന്നത്. ഡോൺസ് ചെയ്യാൻ പറ്റാത്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. വേണ്ടേ? നമ്മൾ ചെന്ന് കയറുമ്പോ തന്നെ നമ്മളോട് സ്മൈലായിട്ട് നമ്മൾ പഠിച്ചില്ലേ, ഒരു നമ്മുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയോട് കൂടി സ്വാഗതം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താ, പ്ലസന്റ് ടോക്ക്, നല്ല പ്ലസന്റ് ആയിട്ട് സ്നേഹമായിട്ട് തന്നെ സംസാരിക്കണം. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്, ചിരിയോടുകൂടി സ്നേഹമായിട്ട് സംസാരിക്കണം. അടുത്ത നോക്കി, സ്പീക്ക് ക്ലിയർലി, നല്ല രീതിയിൽ സംസാരിക്കണം, ക്ലിയർ ആയിട്ട് സംസാരിക്കണം. സ്പീക്ക് ക്ലിയർലി, എങ്ങനെ സംസാരിക്കണം? ക്ലിയർ ആയിട്ട് അല്ലെ, ക്ലിയർ ആയിട്ട് സംസാരിക്കണം. പിന്നെ മൂന്നാമത്തെ എന്താ, മേക്ക് ദം വെൽക്കം അല്ലെ, അവരെ വെൽക്കം ചെയ്യണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്, ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കുക, വ്യക്തമായിട്ട് സംസാരിക്കുക. മേക്ക് ദം വെൽക്കം, അവരെ എന്താ വെൽക്കം ചെയ്യുക. ഇനി അടുത്ത ബോക്സ് നോക്കി, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ട്രാക്ട്. ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ മാറ്റരുത്. അതായത് വേറെ വേറെ കാര്യങ്ങളെ, കണക്റ്റഡ് അല്ലാത്ത കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരെ കൺഫ്യൂസ്ഡ് ആക്കരുത്. മനസ്സിലായോ? ഡിസ്ട്രാക്ട്, ഒരു ഡിസ്ട്രാക്ട് ആക്കരുത്, കൺഫ്യൂഷൻ ആക്കരുത്, അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധ മാറ്റരുത്. Then shout or whisper. ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഉച്ചത്തിൽ സംസാരിക്കാനോ, അല്ലെങ്കിൽ വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഷൗട്ട് എന്ന് വെച്ചാൽ ഒച്ച വെക്കുക എന്നുള്ളത്. എന്താണ്? മുറുമുറുക്കുക എന്നല്ലേ, അല്ലെങ്കിൽ മന്ത്രിക്കുക അല്ലെ, ഇങ്ങനെ മുറുമുറുക്കാൻ. ചിലര് നമ്മളെ ദേഷ്യം വരുമ്പോഴൊക്കെ അവര് കേൾക്കാതെ പതുക്കെ ഇങ്ങനെ മുറുമുറുക്കൂല, എന്തെങ്കിലും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞ എങ്ങനെ സംസാരിക്കാൻ പോണെന്ന, ക്ലിയർ ആയിട്ട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞത്. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലൊരു മുറുമുറുക്കോ അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കാനോ ഒന്നും പാടില്ല. ഹോൾഡ് ഫോർ ടു ലോങ്. ഇനി എന്താ? കുറെ നേരം അവരെ നിർത്താൻ പാടില്ല. അതായത് എന്താ? വരുമ്പോ തന്നെ അവർക്ക് എന്താ വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണം. കൂടുതൽ നേരം അവരെ പിടിച്ചു നിർത്താൻ പാടില്ല. ഹോൾഡ് ഫോർ ടു ലോങ്. കേട്ടോ, കുറെ നേരം അവരെ നിർത്താൻ പാടില്ല. ക്ലിയർ ആയില്ലേ ആ ചാപ്റ്റർ? ഓക്കെ അല്ലേ ഫ്രണ്ട് ഓഫീസർ? എളുപ്പമല്ലേ? ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കാം. അപ്പൊ ഇന്ന് എടുത്തതിൽ നമ്മൾ ആ 24 പോയിന്റ്സ് നമുക്ക് റെസ്പോൺസിബിലിറ്റിയിലോ അല്ലെങ്കിൽ ഡ്യൂട്ടീസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട. പിന്നെ ഞാൻ പറയുകയാണ്, 1-2 പ്രാവശ്യം വായിച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇന്ന് എടുത്തതിൽ സ്കിൽസുകൾ നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് ആ സ്കിൽസ് എന്നുള്ളത് നോക്കണം. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 12 ആണ്, ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ. ഇനി എന്താ പറയാ, നിങ്ങൾക്കൊക്കെ തിയേറ്ററിൽ കയറിയിട്ടുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി വർക്ക് ചെയ്യണവരുണ്ടോ? അത് ആദ്യം തന്നെ ചോദിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ഇനി തിയേറ്ററിൽ കയറാത്തവരെല്ലാം അല്ലെ, കുറച്ചുപേരുണ്ടാവും. എന്നാൽ ചില ആളുകൾ മിക്കവാറും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ലേഡീസ് ഒക്കെ ആണെങ്കിലും എന്താ, കല്യാണം ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെലിവറിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് കയറേണ്ടി വരും അല്ലേ? ഇല്ലേ? എന്തായാലും ചെറിയ കേറിയിട്ടില്ല. കുറച്ച് പേരുകൾ കേറിയിട്ടില്ല എന്നൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും കേറാതിരിക്കട്ടെ അല്ലെ, കേറാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഡെലിവറി സംബന്ധിച്ച് എന്തായാലും നമുക്ക് കേറാതിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അല്ലാതെ വല്ല പൊട്ടോ തട്ടോ ഒക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും ഒന്നും എന്താ പറയാ, നമ്മള് ചിലരൊക്കെ കേറിയിട്ടുണ്ടാവും. 3 ടൈംസ് ഉണ്ട്. റോഷിനി 3 പ്രാവശ്യം കേറിയിട്ടുണ്ടെന്ന്. ഓക്കെ,
ഞാൻ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട് കേട്ടോ. വേറെ അപകടമൊന്നും പറ്റിയിട്ടില്ല. ഡെലിവറിയുടെ ഭാഗമായിട്ട് തന്നെ സിസേറിയൻ ആയിരുന്നു. 2 കുട്ടികളാട്ടോ എനിക്കുള്ളത്. നിങ്ങളോട് വിശേഷം ഒന്നും പറയാൻ സമയമൊന്നുമില്ല, നമ്മുടെ പോർഷൻസ് തീരണ്ടേ. അപ്പൊ അതുകൊണ്ട് 2 പ്രാവശ്യം ഡെലിവറി ആയിട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് കയറാത്തവര് വിഷമിക്കണ്ട. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. സെയിം ആസ് മീ, സെയിം ആസ് മീ, അതുപോലെ സെയിം ആയിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കണം. എന്തായാലും എന്താ കേറാ, ഈ ഒരു ഡെലിവറി അല്ലാത്ത കാരണം കൊണ്ട് ആരും കേറാതിരിക്കട്ടെ, അത് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മൾ ആരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അല്ലെ. സർജറി കാര്യങ്ങളൊക്കെ, അതിന്റെ വേദന, പിന്നെ അതിന് ശേഷമുള്ള റെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും നടക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഇത് റിസ്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് കേറാത്തവർക്കും നമുക്കും എന്താണ് അവിടെ സംഭവം എന്ന് മനസ്സിലാവണ്ടേ. എന്തായാലും നമുക്ക് ചാപ്റ്റർ നോക്കിയേ. ചാപ്റ്റർ 12 ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ പേര് കേൾക്കുമ്പോ അറിയാം അവിടെ എന്താ നടത്തുന്നേ. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ? ഓപ്പറേഷൻ സർജറി ചെയ്യുന്ന സ്ഥലം, അത്ര അറിയാലോ എല്ലാവർക്കും അല്ലെ. അതായത് ഓപ്പറേഷൻ നടത്തുന്നു അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സ്ഥലമാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഫെസിലിറ്റിയും കാര്യങ്ങളും വേണം. സാധാരണ ഒരു നോർമൽ റൂമിൽ നമുക്ക് സർജറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല അല്ലെ. നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യണത് അല്ലെ. അതിൻ്റെതായ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ വേണം, വലിയ ലൈറ്റുകൾ വേണം അല്ലെ. അങ്ങനെ കുറെ ഫെസിലിറ്റി, ഓപ്പറേഷൻ ടേബിൾ വേണം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ സാധാരണ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും കുറെ സംഭവങ്ങൾ വേണം അവിടെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെ. ഓക്കെ, എന്തായാലും ഇത്രയും അറിയാം. ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ആ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ പ്ലേസ് വെയർ സർട്ടൻ ഇൻട്രോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവുണ്ടാക്കുന്ന, മീനിങ് അറിയില്ലാത്തവര് ഒന്ന് എഴുതി വെക്കുക. ഇഞ്ചുറി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുറിവുണ്ടാക്കുന്ന, ഇൻട്രൂസീവ് INTRUSIDE മുറിവുണ്ടാക്കുന്ന സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്ന പ്ലേസ് ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കും എക്സാമിന്. ഡാഷ് ഈസ് എ പ്ലേസ് വെയർ സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ. ഏത് നമ്മൾ ആൻസർ? സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ ഏതാണ്? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ. ഷോർട്ട് ചെയ്തിട്ടാണ് OT എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ടിയും ഷോർട്ട് ഫോം ആണ് OT എന്ന് പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ പ്ലേസ് വെയർ സർട്ടൻ ഇൻട്രോസീവ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെ. ചില മുറിവുണ്ടാക്കുന്ന അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്ന പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ. എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ അത്? ഫസ്റ്റ് സെന്റൻസ്. Yes. Now, which means, എന്താ മീൻ ചെയ്യുന്നേ? Operation that involve cutting into and working inside a patient body take place. എന്താ സംഭവം അവിടെ അല്ലെ? എന്താ ചെയ്യുന്നേ? നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടാക്കും അല്ലെ. വിച്ച് മീൻസ് ഓപ്പറേഷൻ ചെയ്യാണ്. ദാറ്റ് എന്താ? ഇൻവോൾവ് കട്ടിങ് ഇൻടു, കട്ട് ചെയ്യാണ്, നമ്മുടെ ശരീരം കീറി മുറിക്കുകയാണ് അല്ലെ. ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് ദ പേഷ്യന്റ് ബോഡി ടേക്ക് പ്ലേസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് അതിനടുത്ത് നമുക്ക് പേഷ്യൻസിന്റെ എന്താ ഇത് ഇപ്പൊ എന്താ നമുക്ക് പല സർജറികൾ നടത്താം. അപ്പൊ അതെന്താണ് ആ സർജിക്കൽ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആ സംഭവം ചെയ്യാണ് അല്ലെ. അതായത് പേഷ്യന്റിന്റെ ബോഡി മുറിച്ചിട്ട് അകത്ത് ഒരു ശസ്ത്രക്രിയ നടത്തുക ചെയ്യുന്നത്. അതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇൻവോൾവ് കട്ടിങ് ഇൻടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യന്റ് ബോഡി ടേക്ക് പ്ലേസ്. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ, ബോഡിയുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അത് സർജറി ഒക്കെ ചെയ്ത് നേരെയാക്കുന്നു. This may contain either, അതെങ്ങനെയാണ്? This may contain either minimally invasive എന്ന് വെച്ചാൽ മിനിമലി ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകം കുറഞ്ഞ അല്ലെങ്കിൽ അധികം ആക്രമണ സ്വഭാവമില്ലാത്ത പ്രൊസീജിയർ. Minimally invasive procedure. This may contain either minimally invasive procedure.
എന്താണ് കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള പ്രൊസീജിയർ സച്ചാസ് എന്താണ് കീ ഹോൾ സർജറി. നിങ്ങൾ കേട്ടിട്ടില്ലേ കീ ഹോള് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുള്ളൂ അല്ലെ, എന്നിട്ട് അതിൽ കൂടെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് എടുത്തി സർജറി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓപ്പൺ സർജറി അല്ല. ഇപ്പൊ മിക്ക ഇതും ആളുകളാണെങ്കിലും ഡോക്ടർ എന്താ കീ ഹോൾ സർജറി പറയുന്നേ, കീ ഹോൾ സർജറി. അപ്പൊ ചെറിയൊരു മുറിവേ ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റേ വലിയ ഓപ്പൺ സർജറി ഫുള്ള് കീറി മുറിച്ചൊക്കെ സർജറി ചെയ്യണതിന്റെ അത്രയും നമുക്ക് റെസ്റ്റ് കാര്യങ്ങൾ വേണ്ട അല്ലേ, നമുക്ക് അത്രയും പെയിൻ ഉണ്ടാവില്ല. അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് കീ ഹോൾ സർജറിക്ക്. അപ്പൊ എന്താ പറയുന്നേ, അത് നമ്മളിപ്പോ സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്നത് രണ്ട് രീതിയിലുണ്ട്. മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള പ്രൊസീജിയർ സച്ചാസ് ഏതാണ് കീ ഹോൾ സർജറി. കീ ഹോൾ സർജറി ചെയ്യാം. അത് മുറിവ് കുറവല്ലേ, ഒരു ചെറിയ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ കീ ഹോള്, ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാവുള്ളൂ അവിടെ അല്ലെ. അപ്പൊ നമുക്ക് അധികം വലിയ ബുദ്ധിമുട്ടില്ല, വേദന കുറവാണ്, റെസ്റ്റ് കുറവ് മതി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. വേർ ക്യാമറാസ് ആൻഡ് എ ലാപ്രോസ്കോപ്പ് ആർ ഇൻസർട്ടഡ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ. എന്താ അവിടെ ചെയ്യുന്നത്, ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അതിൽ കൂടെ ലാപ്രോസ്കോപ്പ്. ഇപ്പൊ ലാപ്രോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. ആ ലാപ്രോസ്കോപ്പ് അതായത് അതിന്റെ ടിപ്പിലൊക്കെ എന്താ ഒരു ക്യാമറയും ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ലാപ്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു, ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് ആ ലാപ്രോസ്കോപ്പാണ് ആ ഉള്ളിലേക്ക് കടത്തുന്നത്. അപ്പൊ അത് എന്തുമായിട്ടാണ് ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഡോക്ടറിന് നേരെ ആ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഉള്ളിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ ആണ് അങ്ങനെ ഡോക്ടറിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് കീ ഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതെന്താ കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ഒരു സർജറിയാണ്, വലിയ ഓപ്പൺ ആയിട്ട് കീറി മുറിക്കുന്ന സർജറി അല്ല അല്ലെ. ഓർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സർജറി എങ്ങനെയാകാം മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ, കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള പ്രൊസീജിയർ, അതായത് കീ ഹോൾ ആകാം. ഇനി അടുത്തതോ അല്ലെങ്കിലോ ഓർ ഓപ്പൺ സർജറി. രണ്ടാമത്തെ എന്താ ഓപ്പൺ സർജറി ചെയ്യാം. അതും ചെയ്തിട്ടുള്ളവരുണ്ടാവുമല്ലോ ഓപ്പൺ സർജറി അല്ലെ, ഓപ്പൺ സർജറി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വലിയ മുറിവ് ഉണ്ടാക്കണേ അല്ലെ. അപ്പൊ കുറച്ച് കൂടുതൽ വേദനയും കൂടുതലായിരിക്കും, റെസ്റ്റ് നമ്മൾ കൂടുതൽ എടുക്കണം, അതുപോലെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അല്ലെ. അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആവാം. അതെന്താ ഓപ്പൺ സർജറി, വേർ സർജൻ മേക്ക് എ ലാർജർ കട്ടിംഗ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ് അല്ലെ. വലിയ മുറിവുണ്ടാക്കും, എന്നിട്ട് സർജൻ എന്ത് ചെയ്യുന്നു, ഇന്റേണൽ ഓർഗൻസ് നേരെ ആ ഉള്ളിലുള്ള ഓർഗൻസ് അത് പരിശോധിക്കുന്നു, അത് കറക്റ്റ് ആക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. രണ്ട് രീതിയെ പറഞ്ഞേ. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ നമ്മൾ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് കീ ഹോൾ സർജറി പോലുള്ള സർജറി ഉണ്ട്. രണ്ടാമത്തത് ഓപ്പൺ സർജറി ചെയ്യാം. അവിടെ ഡോക്ടർ എന്താ ചെയ്യുന്നത്, സർജൻ എന്താ ചെയ്യുന്നത്, വലിയ വലിയ മുറിവുണ്ടാക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് റീച്ച് ചെയ്യുന്നു. നേരെ ഡോക്ടർ കൈകൊണ്ട് തന്നെ നേരെ വലിയ മുറിവുണ്ടാക്കി ചെയ്യുന്നതാണ്. ഇനി നോക്കിയേ റോബോട്ട് അസിസ്റ്റഡ് സർജറി. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ, റോബോട്ട് അസിസ്റ്റഡ് സർജറി, റോബോട്ടിക് സർജറി. അതായത് ഇവിടെ സർജറി ചെയ്യുന്നത് റോബോട്ടിക് ആംസ് ആണ്, റോബോട്ടിക് കൈകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, റോബോട്ടിക് ആംസ് ഉപയോഗിച്ചുകൊണ്ടാണ് സർജറി ചെയ്യുന്നത്. കണ്ടോ, അത് കൺഫേം ചെയ്യുന്നത്. ആ റോബോട്ടിക് ആംസ് അതാണ് കൺട്രോൾ ചെയ്യുന്നത്. ഡോക്ടർ സർജൻ ഡയറക്റ്റ് കൈകൊണ്ട് ചെയ്യുന്നില്ല, അവിടെ റോബോട്ടിക് ആംസ് ആണ് ഉപയോഗിക്കുന്നത്. സർജന്റെ കയ്യിൽ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് സർജൻ കൺട്രോൾ ചെയ്യും. സർജിക്കൽ ടൂൾസ് ഒക്കെ എവിടെ വെക്കും, സർജിക്കൽ ടൂൾസ് ഒക്കെ റോബോട്ടിക് ആംസിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് ആ സർജറി വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നത് അല്ലെ. ക്യാമറ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറികള് അല്ലെ, അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് കേട്ടോ. റോബോട്ടിക് സർജറി കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, അധിക സമയം ഒന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് ചെയ്യാം, റെസ്റ്റ് ഒക്കെ കുറച്ച് മതി അല്ലേ. ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യൂലേ, അതൊക്കെ റോബോട്ടിക് സർജറി, അതായത് റോബോട്ട് അസിസ്റ്റഡ് സർജറി അങ്ങനെയും ചെയ്യാം. കണ്ടോ,
അപ്പൊ നമ്മൾ 2-3 രീതികളാ പറഞ്ഞത്. കീ ഹോൾ സർജറി ഉണ്ട്, ഓപ്പൺ സർജറി ഉണ്ട്, പിന്നെ റോബോട്ടിക് അസിസ്റ്റഡ് സർജറി. അവിടെ റോബോട്ടിക് ആർംസ് ഉപയോഗിച്ചുകൊണ്ടാണ് സർജറി ചെയ്യുന്നത്. കണ്ടോ, കീ ഹോൾ സർജറിയിൽ ഹാൻഡ് ഹെൽഡ് ഇൻസ്ട്രുമെന്റ്സ്, ഡോക്ടർ കയ്യിൽ പിടിക്കുന്ന അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കീ ഹോൾ സർജറി ചെയ്യുന്നത്. പക്ഷെ റോബോട്ടിക് സർജറിയിൽ റോബോട്ടിക് ആർംസ് ഉപയോഗിച്ച, അതാണ് ഡിഫറൻസ്. റോബോട്ടിക് കൈകള്, റോബോട്ടിക് ആർംസ് ഉപയോഗിക്കുക. അവ റോബോട്ടിക് ആർംസിൽ ടൂൾസ് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. റോബോട്ടാണ് അത് റോബോട്ടിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന സർജറി, റോബോട്ടിക് അസിസ്റ്റഡ് സർജറി. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി ട്ടോ. ബാക്കി പിന്നെ അത് ആ രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. ഓപ്പറേഷൻ തിയേറ്റർ അതർവൈസ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് റൂം. അടുത്ത എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അവിടെ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേഷൻ റൂം എന്ന്, ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്നല്ല ഓപ്പറേഷൻ തിയേറ്റർ അറിയപ്പെടുന്നു. ഓപ്പറേറ്റിംഗ് റൂം അണ്ടർലൈൻ ചെയ്തോ. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് operating rooms. Then operation theater environment, operating room environment. ഓപ്പറേഷൻ റൂം എന്ന് പറയും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ്. ഇനി എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂമിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്? നോക്കിയേ, ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്. ജേം ഫ്രീ ആയിരിക്കണ്ടേ അല്ലെ? ജേം ഫ്രീ ആയിരിക്കണം. ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. അതായത് ജേംസോ വല്ല സൂക്ഷ്മാണുക്കളോ മൈക്രോബ്സോ ഒന്നും വരാൻ പാടില്ല അവിടെ അല്ലെ. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലെ. പേഷ്യൻസ് സർജറി ഒക്കെ ചെയ്യുമ്പോൾ വല്ല ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, അവർക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആകും. അപ്പൊ എപ്പോഴും എങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കണം അവിടെ? ജേം ഫ്രീ എൻവയോൺമെന്റ്. ജേംസ് ഒന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ, ജേം ഫ്രീ എൻവയോൺമെന്റ്. All personnel should wear protective clothing named scrubs as well as shoe cover, mask, cap, eye shield and other covering to prevent the spread of the germs. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ പേഴ്സണൽസും, സർജൻ മാത്രം പോരാ, നേഴ്സ്, അവര് ഹെൽപ്പ് ചെയ്യുന്നവര്, ഓപ്പറേറ്റിംഗ് റൂമില് വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ത് ധരിക്കണം? വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ധരിക്കണം. നിങ്ങൾക്ക് അറിയാലോ, സർജനും നേഴ്സും ഒക്കെ അവരുടെ വേറൊരു ഡ്രസ്സല്ലേ അവിടെ ഇടുന്നേ അല്ലേ? വേറെ ഡ്രസ്സല്ലേ? സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സർജറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അവരെന്താണ് അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള, നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള, ജെഫ്രി ആക്കിയിട്ടുള്ള അല്ലെ പ്രത്യേകം ഡ്രസ്സാണ് അവിടെ ധരിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ്. എന്താ? ഇൻഫെക്ഷൻ ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. നെയ്മഡ് സ്ക്രബ്, SCRUBS. സ്ക്രബ്സ് എന്ന് പറഞ്ഞാൽ ഷർട്ടും പാന്റും പോലുള്ള ക്ലോത്ത്സ് ആട്ടോ. ഒറ്റ ഗൗൺ ആയിട്ട് കിടക്കുന്നതല്ല, ഷർട്ടും പാന്റും പോലുള്ള. അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? സർജറി നേഴ്സ് ഒക്കെ ഷർട്ടും പാന്റും ഷർട്ടും ഇട്ടിട്ട് അങ്ങനെയുള്ളതാണ് സ്ക്രബ്സ് എന്ന് പറയുന്നത്. SCRUBS സ്ക്രബ്സ്. പാന്റും ഷർട്ടും പോലെയുള്ള ക്ലോത്ത്. അത് ആസ് വെൽ ആസ് ഷൂ കവർ. പിന്നെയുണ്ട് ഷൂവിന് ഒരു കവർ ഉണ്ട്, ഷൂ കവർ. അത് എന്താ പറയാ, ഷൂ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാട്ടോ. ഷൂവിന്റെ കവർ അതിടും, ഷൂ കവർ. പിന്നെ അവര് മാസ്കുകൾ ധരിക്കും, പിന്നെ തലയില് ക്യാപ്പുകൾ ധരിക്കും, ഐ ഷീൽഡ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കണ്ണടകളെ പോലെയുള്ള ഐ ഷീൽഡുകൾ ധരിക്കും. ആൻഡ് അതർ കവറിംഗ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ദ ജേംസ്. കണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ്? ജേംസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പൊ അവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഒന്നും ജേംസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ ധരിച്ചിട്ടല്ലേ ചെയ്യണേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പൊ ഡോക്ടറോ നേഴ്സോ ഒക്കെ ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ അവർ ഇങ്ങനെ ഒരു ഡ്രസ്സോടുകൂടി വരണേ, അല്ലാതെ ഡയറക്റ്റ് അവർക്കുടെ ക്ലോത്ത് ഇട്ടുകൊണ്ടൊന്നും സർജറി ചെയ്യൂല. അപ്പൊ എന്തൊക്കെ ധരിക്കണം? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പേഴ്സണൽസ്, അവിടുത്തെ സ്റ്റാഫുകള് എന്തൊക്കെയാ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ധരിക്കണം. ഏതൊക്കെ? സ്ട്രബ്സ്, ഷൂസ് കവർ, മാസ്ക്, ക്യാപ്പ്, ഐ ഷീൽഡ് ആൻഡ് അതർ കവറിംഗ്. മറ്റുള്ള കവറിങ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ജേംസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്. ദ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ്. ഇനി എങ്ങനെയായിരിക്കണം ലൂമിനസ് എന്ന് പറയുന്നത്? തിളക്കമുള്ളത്, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കണം. നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിളക്കമുള്ളതായിരിക്കണം.
ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. കേട്ടോ, ഇത് ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കൂൾ ആയിരിക്കണം. ലോ ടെമ്പറേച്ചർ, വെരി കൂൾ ആയിരിക്കണം ടെമ്പറേച്ചർ. Luminous and temperature should be very cool. വളരെ കൂൾ ആയിരിക്കണം. ഇനി ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. പിന്നെ എന്താണ്? AC വേണം, എയർ കണ്ടീഷൻ ആയിരിക്കണം. എന്തിനു വേണ്ടിയാ? To help prevent infection through bacterial filtration system. ബാക്ടീരിയനെയൊക്കെ ഫിൽറ്റർ ചെയ്യാനായിട്ട്, അല്ലെ? ബാക്ടീരിയനെ ഒന്നും അകത്തേക്ക് കടക്കാൻ പാടില്ല. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എയർ കണ്ടീഷൻ ആയിരിക്കണം. നമ്മൾ കാറിലൊക്കെ പോകുമ്പോ AC ഇടാറില്ലേ? അല്ലെങ്കിൽ വീട്ടിലെ AC ഇടുന്നതിന്റെ എയർ കണ്ടീഷൻ. അപ്പൊ പുറമെയുള്ള ഇൻഫെക്ഷൻ ഉള്ള വായുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, അല്ലെ? ഫ്രഷ് നമ്മള് AC ഒക്കെ ഇടുന്നതല്ലേ? എന്താണ്? പുറമെയുള്ള ഒരു ഇൻഫെക്ഷനോ ഒക്കെ ആയിട്ട് അത് ഒരു എയർ സർക്കുലേഷൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എങ്ങനെയായിരിക്കണം? എയർ കണ്ടീഷൻ ആയിരിക്കണം. ഷുഡ് ബി എയർ കണ്ടീഷണർ. എന്തിനു വേണ്ടി? ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ. പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഒരു ബാക്ടീരിയൽ ഫിൽട്രേഷനിലൂടെ, ബാക്ടീരിയൻ ഫിൽറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കുക, അല്ലെ? ഒരു ബാക്ടീരിയനെ ഫിൽറ്റർ ചെയ്യുന്നതിലൂടെ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടിയിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ, തടയുന്നതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു AC, ഒരു എയർ കണ്ടീഷൻ ആയിരിക്കണം. അപ്പൊ എന്താ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ലൂമിനസ്, തിളക്കമുള്ളതായിരിക്കണം, ടെമ്പറേച്ചർ വളരെ കൂൾ ആയിരിക്കണം, എയർ കണ്ടീഷൻ ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്ത് അത് 3 ഓക്കെ. എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ജെയിം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെ? ജെയിം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. പിന്നെ എല്ലാ പേഴ്സണൽസും പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങുകൾ ധരിക്കണം. സ്ക്രബ്സ്, ഷൂ കവർ, മാസ്ക്, ക്യാപ്പ്, ഐ ഷീൽഡ്, ഇതെല്ലാം ധരിക്കണം. പിന്നെ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? നല്ല ബ്രൈറ്റ് ആയിരിക്കണം. ലൂമിനസ് എന്ന് വെച്ചാൽ തിളക്കമുള്ളതായിരിക്കണം. ടെമ്പറേച്ചർ വളരെ കൂൾ ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ. എയർ കണ്ടീഷൻ ആയിരിക്കണം. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? To help prevent infection, right, through bacterial filtration system. Okay, അപ്പൊ ജസ്റ്റ് 2 പാരഗ്രാഫാണ് നമ്മൾ നോക്കിയത്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോരുന്നില്ലേ? അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.